മിശിഹായിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു. നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട, എന്തെന്നാൽ മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല, നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതെയും ഇരിക്കുകയില്ല. അന്ധകാരത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നവ പ്രകാശത്തിൽ പറയുവിൻ, ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ നിന്ന് ഘോഷിക്കുവിൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലുവാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട, മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിന് ഇരയാക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ. സ്നേഹമുള്ളവരെ, ഈ ദൈവവചന ഭാഗത്തിലൂടെ ഈശോ നമ്മോട് പറയുന്നത് ഓരോ ക്രിസ്ത്യാനിയും സ്വന്തമാക്കേണ്ടതായ അനുദിന ജീവിതത്തിലെ സാക്ഷ്യഭാവത്തെക്കുറിച്ച്. ഈശോ നമ്മോട് സുവിശേഷത്തിൽ ദൈവവചനത്തിൽ ഉടനീളം ഏറ്റവും അധികം പ്രാവശ്യം എന്ന പോലെ ആവർത്തിച്ച് നമ്മോട് ഉദ്ഘോഷിക്കുന്ന ഒരു സംഗതിയാ ഭയപ്പെടേണ്ട എന്നുള്ളത്. എന്തിന് ഭയപ്പെടേണ്ടതില്ല എന്നുള്ളത്? ഈശോയുടെ സംരക്ഷണത്തിൽ, ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടേണ്ടതിൻ്റെ ആവശ്യമില്ല എന്ന് ദൈവം നമ്മോട് പറയുകയും, ഭയപ്പെടേണ്ടതിൻ്റെ ആവശ്യമില്ല. കാരണം എന്താ? ദൈവം സർവശക്തന്. ദൈവവചനത്തിൽ ഉടനീളം നാം ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് ആവർത്തിച്ച് ശ്രവിക്കുന്ന, സ്വീകരിക്കുന്ന ഒരു സംഗതി ദൈവം സർവശക്തനാണ് എന്നുള്ളത്. ഈ സർവശക്തനായ ദൈവം ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കുകൊണ്ട് ശൂന്യതയിൽ നിന്ന് എല്ലാം സൃഷ്ടിച്ചവനായ ഒരു ദൈവം, ആ ദൈവത്തിൻ്റെ ശക്തിപ്രാഭവങ്ങൾ നാം വചനത്തിലുടനീളം രക്ഷാകര ചരിത്രത്തിൽ കാണുന്നുണ്ട്. അത് സൃഷ്ടിയിൽ മാത്രമല്ല, സൃഷ്ടിക്ക് ശേഷവും ചരിത്രത്തിൽ, മാനവ ചരിത്രത്തിൽ നിരന്തരം സ്വയം സന്നിഹിതനാകുന്ന ദൈവം തൻ്റെ ശക്തികളുടെ പ്രാഭവത്തിൽ മനുഷ്യനെ വിസ്മയിപ്പിക്കുന്നുണ്ട്. ആ സർവശക്തനായ ദൈവം തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ, ഇടപെടലുകളിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന, പ്രത്യക്ഷത്തിലല്ല എങ്കിൽ പോലും പരോക്ഷമായി വാക്കുകളിലൂടെ അല്ലെങ്കിൽ പോലും ഇടപെടലുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും തൻ്റെ ശക്തിയുടെ പ്രാഭവം വെളിപ്പെടുത്തുന്ന ദൈവം, പക്ഷേ ചിലപ്പോഴെങ്കിലും വാക്കുകളിലൂടെയും അത് വെളിപ്പെടുത്തുന്നുണ്ട്. നാം പലവട്ടം ബൈബിളിൽ അത് വായിക്കുന്നുണ്ട്. യെശയ്യായുടെ പ്രവചനത്തിൽ ദൈവം പ്രവാചകനിലൂടെ പറയുന്നുണ്ട്, ഞാൻ സകല മർത്യരുടെയും കർത്താവല്ലേ, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ഞാൻ സകല മർത്യരുടെയും കർത്താവല്ലേ, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ജെറമിയായുടെ പ്രവചനത്തിൻ്റെ 32-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ പ്രവാചകനിലൂടെ ദൈവം പറയുമ്പോൾ, ദൈവം വാക്കുകളിലൂടെ തന്നെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരികയാ അവിടുന്ന് സർവശക്തനാണ് എന്ന്. പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അങ്ങനെയെങ്കിൽ രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമായിരിക്കുമല്ലോ എന്ന പത്രോസിൻ്റെ ആവലാതിയുടെ മുമ്പിൽ ഈശോ സ്പഷ്ടമായിട്ട് പറയുകയാ, മനുഷ്യന് പലതും അസാധ്യമായിരിക്കും, പക്ഷെ ദൈവത്തിന് സകലതും സാധ്യമാണ്. മനുഷ്യന് പലതും അസാധ്യമായിരിക്കാം, പക്ഷെ ദൈവത്തിന് സകലതും സാധ്യമാണ്. ഇതെങ്ങനെ സംഭവിക്കും? മാനുഷികമായ ബുദ്ധിയിലും യുക്തിയിലും മനുഷ്യാവതാരത്തിന് രഹസ്യം തനിക്ക് നിഗൂഢമായിരിക്കുന്നുവെന്ന് ഒരു അങ്കലാപ്പോടുകൂടി മാലാഖയുടെ മുമ്പിൽ സ്വന്തം ഉള്ളം വെളിപ്പെടുത്തുന്ന മറിയത്തോട് മാലാഖ പറയുന്നുണ്ട്, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. സ്നേഹമുള്ള സഹോദരങ്ങളെ, അസാധ്യമായിട്ടൊന്നുമില്ലാത്ത ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ദൈവവചനത്തിൽ
പരോക്ഷമായും പ്രത്യക്ഷമായും പ്രവർത്തികളിലൂടെയും വാക്കുകളിലൂടെയും മനുഷ്യൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തുന്ന ഒരു ദൈവത്തെ നാം കണ്ടുമുട്ടുകയും ഈ സർവശക്തനായ ദൈവം, ഈ ദൈവത്തിലാണ് നീ ആശ്രയിക്കുന്നത് എങ്കിൽ, ഈ ദൈവത്തിലാണ് നീ വിശ്വസിക്കുന്നത് എങ്കിൽ എങ്ങനെയുള്ള ഒരു ദൈവത്തിലാണ് നീ വിശ്വസിക്കുന്നത്? സ്നേഹം തന്നെയായ ഒരു ദൈവത്തിലാണോ നീ വിശ്വസിക്കുന്നത്? സ്നേഹിക്കുന്നവനായ, രക്ഷിക്കുന്നവനായ, മനുഷ്യൻ്റെ ചരിത്രത്തിൽ നിന്നും മാറി നിൽക്കാതെ അങ്ങ് ചക്രവാള സീമകൾക്കപ്പുറത്ത് മറഞ്ഞിരിക്കുന്ന, ഒളിഞ്ഞിരിക്കുന്ന, മനുഷ്യൻ്റെ വേദനകളും രോദനങ്ങളും കണ്ട് പുഞ്ചിരിക്കുന്ന, കണ്ണിന് കാണുവാനോ ചെവിക്ക് കേൾക്കുവാനോ സാധിക്കാത്ത കളിമൺ പ്രതിമകളുടെ രൂപസാദൃശ്യമുള്ള ദൈവത്തിലല്ല ക്രിസ്ത്യാനി വിശ്വസിക്കുന്നത്. ക്രിസ്ത്യാനി വിശ്വസിക്കുന്നത് മാനവ ചരിത്രത്തിൽ സ്വയം സന്നിഹിതനായ ഒരു ദൈവത്തിലാണ്, ചരിത്രത്തിലുടനീളം ഇടപെടുന്നവനായ ഒരു ദൈവത്തിലാണ്, മനുഷ്യനോട് ചേർന്ന് ചരിക്കുന്നവനായ ഒരു ദൈവത്തിലാണ്. അതുകൊണ്ടാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവം സ്വയം വെളിപ്പെടുത്തുന്നത് താൻ ഇമ്മാനുവേൽ ആയിട്ട്. ദൈവം കൂടെ വസിക്കുന്നവനാണ്. കൂടെ വസിക്കുന്നവൻ മാത്രമല്ല, കൂടെ നടക്കുകയും കൂടെ ചരിക്കുകയും കൂടെ കൂടാരമടിക്കുകയും ചെയ്യുന്നവനായ ഒരു ദൈവം, കൂടെ കരയുകയും കൂടെ ചിരിക്കുകയും ചെയ്യുന്നവനായ ഒരു ദൈവം, മാനുഷികതയുടെ സകല സങ്കല്പങ്ങളെയും അതിലംഘിച്ചുകൊണ്ട് മനുഷ്യനോളം മനുഷ്യൻ്റെ ഒപ്പമാകുന്ന ഒരു ദൈവത്തിൻ്റെ അനുഭവമാണ് ബൈബിളിലെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഈ ദൈവം സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. അവൻ സർവശക്തനായിരിക്കെ അവൻ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. എന്തുമാത്രമാണ് അവൻ സ്നേഹിക്കുന്നത്? എങ്ങനെയാ അവൻ സ്നേഹിക്കുന്നത്? തന്നേക്കാൾ അധികം നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം, തന്നേക്കാൾ അധികം, തൻ്റെ ഏകജാതനെ പോലും ഒഴിവാക്കാതെ. അതാ റോമാലേഖനത്തിൽ ശ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരുന്നത്. റോമാലേഖനത്തിൻ്റെ 8-ാമത്തെ അധ്യായത്തിൽ പൗലോസ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. 32-ാമത്തെ വാക്യത്തിൽ, സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടി സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കൂ. തന്നേക്കാൾ അധികം തൻ്റെ ഏകജാതൻ, തൻ്റെ തന്നെ സത്തയായ ആ ഏകജാതനെ പോലും ഒഴിവാക്കാതെ തന്നേക്കാൾ അധികം നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം. അതാ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം നാം കണ്ടുമുട്ടുന്ന ഒരു ദൈവത്തിൻ്റെ ചിത്രം സ്നേഹം തന്നെയായ ഒരു ദൈവത്തെയാണ്. അല്ലാതെ സ്നേഹിക്കുന്നവനായ ഒരു ദൈവത്തെയല്ല. സ്നേഹം സത്തയായി മാറിയ, സ്നേഹം ആറ്റിക്കുറുക്കി സത്തയായി ദൈവരൂപം സ്വീകരിച്ചിരിക്കുന്ന, വ്യക്തി രൂപം സ്വീകരിച്ചിരിക്കുന്ന ഒരു ദൈവത്തെ നാം ബൈബിളിൽ ഉടനീളം കണ്ടുമുട്ടുകയും ഈ ദൈവം സ്നേഹിക്കുന്നവൻ എന്നതിനപ്പുറത്ത് സ്നേഹം തന്നെയായ ഒരു ദൈവം. അതുകൊണ്ടാണല്ലോ ഫ്രാൻസിസ് പാപ്പ കരുണയുടെ മുഖമെന്ന തൻ്റെ അപ്പസ്തോലിക പ്രബോധനത്തിൽ പറഞ്ഞു വെക്കുന്നത് ദൈവത്തിൻ്റെ കരുണയുടെ മുഖമാണ് പുതിയ നിയമത്തിലെ മിശിഹ എന്ന്. ഈശോ കരുണയുള്ളവൻ എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും. ഈശോയ്ക്ക് കരുണയുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഈശോയുടെ കേവലം ഒരു അലങ്കാരമായി അധപതിക്കും. എന്നാൽ അത് സത്യവിരുദ്ധമായ ഒരു പ്രസ്താവന. ഈശോയ്ക്ക് കരുണയുണ്ട് എന്നതല്ല, ഈശോ കരുണയാണ്. ദൈവത്തിന് സ്നേഹമുണ്ട് എന്നതല്ല, ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്. അതാ വചനം നമുക്ക് പറഞ്ഞു തരുന്നത്. ദൈവം സ്നേഹമാണ്. ദൈവത്തിന് സ്നേഹമുണ്ട് എന്നതിനപ്പുറത്ത് ദൈവം സ്നേഹമാണ്. ഈ സ്നേഹം തന്നെയായ ഒരു ദൈവം, തന്നേക്കാൾ അധികം നിന്നെ സ്നേഹിക്കുന്നവനായ ഒരു ദൈവം, തൻ്റെ ഏകജാതനെ പോലും ഒഴിവാക്കാതെ നിനക്ക് വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവനായ ഒരു ദൈവം. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ വീണ്ടും പൗലോസ്ലീഹ കൊരിന്ത്യസിലെ സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൻ്റെ 5-ാമത്തെ അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം, എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന്
പാപം അറിയാത്തവനെ ദൈവം പാപമാക്കി മാറ്റി. സ്വയം പാപമായി മാറത്തക്ക വിധം നമ്മെ നീതിമൽക്കരിക്കുവന്ന ഒരു സ്നേഹം തന്നെയായ ഒരു ദൈവം. വീണ്ടും ആ സ്നേഹത്തിൻ്റെ മഹത്തായ ഭാവം നമ്മൾ വായിക്കുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ദൈവം, സ്വയം സ്നേഹമായി വെളിപ്പെടുത്തുന്ന ഒരു ദൈവം. ദൈവം സ്നേഹമാണ് എന്ന ദൈവത്തിൻ്റെ ആന്തരിക സത്തയായ സ്നേഹത്തെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഈശോ മനുഷ്യാവതാരം ചെയ്തത് എന്ന് യോഹന്നാന്റെ സുവിശേഷം, സ്നേഹത്തിൻ്റെ സുവിശേഷകൻ, തൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ നമുക്ക് വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, പിതാവുമായി ഗാഠബന്ധം പുലർത്തുന്ന, എന്നുവെച്ചാൽ ത്രിത്വത്തിലെ 2-ാമത്തെ വ്യക്തിയായ ഈശോ മിശിഹ, പിതാവുമായി ഗാഠബന്ധം പുലർത്തുന്ന ഈശോ മിശിഹ, ഏക ദൈവത്തിലുള്ളതായ 3 ആളുകളിൽ 2-ാമനായ ഈശോ മിശിഹ, ആ ഈശോ പിതാവുമായി ഗാഠബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഏകജാതൻ, ദൈവം തന്നെയായ ഏകജാതൻ ദൈവത്തിൻ്റെ ആന്തരികതയെ, സത്തയെ, ദൈവത്തിൻ്റെ സ്വഭാവ തനിമയെ വെളിപ്പെടുത്തുവാൻ വേണ്ടി മനുഷ്യാവതാരം ചെയ്തു. ഈശോ ദൈവത്തിൻ്റെ ആന്തരികതയുടെ വെളിപ്പെടുത്തലായിരുന്നു. ഈശോ ദൈവത്തിൻ്റെ ആന്തരികതയായ സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലായിരുന്നു. അതാ ഈശോയുടെ ജീവിതം മുഴുവൻ. അതാ ഈശോയുടെ കർമ്മമണ്ഡലത്തിൽ സ്വയം ഇതൾ വിരിയുന്ന ഒരാത്മീയ സത്യമെന്ന് പറയുന്നത്. ഈശോയുടെ ദൈവരാജ്യപരമായ പ്രഘോഷണങ്ങളിലും പ്രബോധനങ്ങളിലും ദൈവരാജ്യത്തിൻ്റെ ഇതൾ വിരിയുന്ന അടയാളങ്ങളിലും അത്ഭുതങ്ങളിലും അവൻ്റെ കരസ്പർശനത്തിലും അവൻ്റെ നിഴൽ വീണ ഇടങ്ങളിലും അവൻ കടന്നു ചെല്ലുന്ന സ്ഥലങ്ങളിലും എല്ലാം പ്രകടമായത് ഈ സ്നേഹത്തിൻ്റെ ദൈവിക ആന്തരിക ഭാവമാണ്. ഈ ദൈവത്തിലാണ്, തന്നേക്കാളധികം നിന്നെ സ്നേഹിക്കുന്ന ദൈവത്തിലാണ്, സർവശക്തനായ ആ ദൈവത്തിലാണ് നീ വിശ്വസിക്കുന്നത് എങ്കിൽ, ആ ദൈവത്തിൻ്റെ പരിപാലനയിലാണ് നീ വിശ്വസിക്കുന്നത് എങ്കിൽ, മാനവ ചരിത്രത്തിലെ ആ ദൈവം സ്വയം സന്നിഹിതമാകുന്നതെല്ലാം മനുഷ്യൻ്റെ പരിപാലനയ്ക്ക് വേണ്ടിയാ, മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാ, മനുഷ്യൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടിയാണെങ്കിൽ ഭയപ്പെടുന്നതിന് അർത്ഥമില്ല എന്ന വചനം നമുക്ക് പറഞ്ഞു തരുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 10-ാമത്തെ അധ്യായത്തിൽ നാം വായിച്ചറിയുന്നത് ഈ ഒരു ആത്മീയ സത്യമാണ്. ഭയപ്പെടേണ്ടതില്ല എന്നിട്ട് പറയുകയാണ്, ഭയപ്പെടേണ്ട, മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല, നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതെയും ഇരിക്കുകയില്ല. സ്നേഹമുള്ളവരെ, എന്താ നമ്മുടെ മുമ്പിൽ നിഗൂഢമായിരിക്കുന്നത്? എന്താ നമ്മുടെ മുമ്പിൽ അറിയപ്പെടാതിരിക്കുന്നത്? പലപ്പോഴും നമ്മുടെ പച്ചയായ ജീവിതത്തിൻ്റെ നെരിപ്പോടെരിയുന്ന അനുഭവങ്ങളുടെ മുന്നിൽ ഒന്നും മനസ്സിലാകാതെ എല്ലാം നിഗൂഢമായി നോക്കി നിൽക്കേണ്ടി വരുന്ന, എല്ലാം നിഗൂഢമായി തോന്നുന്ന തരത്തിൽ ഒന്നും മനസ്സിലാകാതെ നോക്കി നിൽക്കേണ്ടി വരുന്ന ജീവിതാനുഭവങ്ങളുടെ ഇടയിൽ പലപ്പോഴും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. വിപരീതമായ, പ്രതിലോമപരമായ, പ്രതികൂലങ്ങൾ ഉള്ളതായ ജീവിതാനുഭവങ്ങളുടെ മുമ്പിൽ നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. നാം ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ പരിപാലനയെക്കുറിച്ചും മാനവ ചരിത്രത്തിൽ നിന്ന് സ്വയം മാറി നിൽക്കാതെ മാനവിക ജീവിതത്തിൽ സ്വയം സന്നിഹിതമായി അവനെ രക്ഷിക്കുവാൻ വേണ്ടി ഇടപെടുന്ന, അവൻ്റെ ജീവിതത്തിൽ സ്വയം സാന്നിധ്യം നൽകുന്ന ദൈവത്തെക്കുറിച്ച് വാതോരാതെ പറയുകയും നിരന്തരം ചെവിയോർക്കുകയും ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളുടെ മുന്നിൽ നാം പലപ്പോഴും പതറിപ്പോകുന്നു. കാരണം നമുക്ക് മനസ്സിലാകുന്നില്ല.
കാരണം നമുക്ക് മനസ്സിലാകുന്നില്ല ഇതെന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന്. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ളതായ അനുഭവങ്ങൾ ഇടമുറിയാതെ കടന്നു വരുന്നത് എന്ന്. എന്തുകൊണ്ടാണ് സഹനങ്ങളുടെ നടുവിൽ എൻ്റെ ജീവിതം പെട്ടുപോകുന്നത് എന്ന്. പലപ്പോഴും നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ മുമ്പിൽ ചോദ്യമായി മാറുകയും നമ്മുടെ അനുഭവങ്ങൾ ചോദ്യങ്ങളായി മാറുകയും നമ്മുടെ ഇടപെടലുകളും സംസർഗങ്ങളുമൊക്കെ ചോദ്യങ്ങളായി മാറുകയും ഒന്നും ഒരിക്കൽ വെളിപ്പെടാതിരിക്കുകയില്ല. ഇന്ന് ഒരു പക്ഷേ നിന്റെ ജീവിതത്തിൻ്റെ നശ്വരമായ കണ്ണിനും കാഴ്ചപ്പാടിനും നിന്റെ പരിമിതമായ ഇന്ദ്രിയ അനുഭവങ്ങളുടെ വെളിച്ചത്തിലുള്ള അറിവിനും ഗോചരമല്ലാത്ത ഒരു പിടി അറിവിൻ്റെ ജ്ഞാനത്തിൻ്റെ വെളിപാട് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഇന്നത്തെ നിന്റെ ജീവിതാനുഭവങ്ങൾ, ഇന്നത്തെ നിന്റെ വിപരീത ജീവിതാനുഭവങ്ങൾ, നിന്റെ ദുർഗമങ്ങളായ ദുർഭഗങ്ങളായ നൊമ്പരത്തിൻ്റെതായ ജീവിതാനുഭവങ്ങൾ, അവയിലൂടെ ദൈവം നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതായ നന്മകൾ നിനക്ക് വെളിപ്പെടാതിരിക്കുന്നതേയുള്ളൂ. ഇന്നത് നിഗൂഢമാണ്. അതാണ് നമ്മൾ വായിക്കുന്നത്. വീണ്ടും സ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് റോമാലേഖനത്തിൻ്റെ 8-ാമത്തെ അധ്യായത്തിൽ കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പലപ്പോഴും നമുക്ക് അത് ഒരു പക്ഷേ പെട്ടെന്ന് ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ സാധിക്കാത്തതായ രീതിയിൽ വചനം നമുക്ക് പറഞ്ഞു തരികയും നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. റോമാലേഖനം 8-ാം അധ്യായം 18-ാമത്തെ വാക്യം. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട്, ഇത് പലപ്പോഴും നാം ചിന്തിക്കുന്നത് മരണശേഷമുള്ള സ്വർഗീയമായ ജീവിതത്തെ സംബന്ധിച്ച് മാത്രമാണ്. പലപ്പോഴും ഈ വാക്യത്തിൻ്റെ നമ്മുടെ വ്യാഖ്യാനങ്ങളൊക്കെ കടന്നു ചെല്ലുന്നത് സ്വർഗീയമായ മഹത്വത്തെക്കുറിച്ച്, സ്വർഗത്തിലുള്ളതായ ആ മഹത്വം. പക്ഷേ നാം ദൈവവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഈശോയുടെ മനുഷ്യാവതാരം ചെയ്ത ജീവിതത്തോട് ചാരനിന്ന് നാം വചനത്തെ മനസ്സിലാക്കുമ്പോൾ ഇത് മരണശേഷമല്ല എന്ന് നമുക്ക് മനസ്സിലാകും. എവിടെയാ ഒരു വ്യക്തിയുടെ യഥാർത്ഥ മഹത്വം വെളിപ്പെടുന്നത് എന്ന് ഈശോയുടെ ജീവിതാനുഭവത്തിലൂടെ തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ സുവിശേഷകനിലൂടെ നമ്മോട് ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം സംസാരിക്കുന്നുണ്ട്. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ ഈശോ എഴുന്നേറ്റ് നിന്ന് സ്വരമുയർത്തി വിളിച്ചു പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അവനിത് പറഞ്ഞ് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റി. അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു. എന്നാൽ ഈശോ അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു. കാരണം അതുവരെയും ഈശോ മഹത്വീകരിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈശോയുടെ മഹത്വീകരണം എന്ന് പറയുന്നത് ഈശോ തൻ്റെ ആത്മാവിനെ നൽകുന്ന സമയമാണ്. ഈശോ തൻ്റെ ആത്മാവിനെ നൽകുന്ന സമയത്ത് ഈശോ മഹത്വീകരിക്കപ്പെടുന്നു എന്ന സ്പഷ്ടമായ ആന്തരിക അർത്ഥം ഈ വചനത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ എപ്പോഴാണ് ഈശോ തൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നത്, എപ്പോഴാണ് ഈശോ തൻ്റെ ആത്മാവിനെ നൽകുന്നത്? നമ്മൾ വായിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 19-ാമത്തെ അധ്യായത്തിൽ ഈശോയുടെ കുരിശുമരണത്തിൻ്റെ വിവരണത്തിൽ നമ്മളത് വായിക്കുന്നത്. എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ തല ചായ്ച്ച് തൻ്റെ ആത്മാവിനെ നൽകി. തീർച്ചയായും പിതാവിൻ്റെ കരങ്ങളിലേക്ക് എന്ന പോലെ തന്നെ കുരിശൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ്റെ ആന്തരികതയിലേക്കും ഈശോ തൻ്റെ ആത്മാവിനെ നൽകി. ഈ ആത്മാവിനെ നൽകിയ സമയത്ത് ഈശോ മഹത്വീകരിക്കപ്പെടുന്നത്.
കാരണം ആരാ ഈശോയെ മഹത്വീകരിക്കേണ്ടത്? പിതാവായ ദൈവമാണ് തന്നെ മഹത്വപ്പെടുത്തുന്നത് എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ ഉടനീളം ഈശോ അസന്നിഗ്ധമായിട്ട് ലോകത്തോട് പ്രഘോഷിക്കുന്നുണ്ട്. പിതാവാണ് തന്നെ മഹത്വപ്പെടുത്തുന്നത്. ഈ സ്വരം നിങ്ങൾക്ക് വേണ്ടി ആണ്, എനിക്ക് വേണ്ടിയല്ല. ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തുമെന്ന പിതാവിൻ്റെ സ്വരം ശ്രവിക്കുമ്പോൾ ഈശോ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പിതാവാണ് മഹത്വപ്പെടുത്തുക. എപ്പോഴാ പിതാവ് മഹത്വപ്പെടും? പിതാവിൻ്റെ ഹിതം ഈശോ പൂർണ്ണമായും നിറവേറ്റിയപ്പോൾ. പിതാവിൻ്റെ ഹിതം പൂർണ്ണമായി നിറവേറ്റിയപ്പോൾ ഈശോ ഇരുകരങ്ങളും വിരിച്ചു പിടിച്ച് ലോകത്തോട് വിജയഭേരി മുഴക്കുന്നത് എല്ലാം പൂർത്തിയായിരിക്കുന്നു. സാത്താനെയും പിശാചിനെയും മരണത്തെയും പരാജയപ്പെടുത്തി തൻ്റെ രക്ഷാകര കർമ്മം പൂർത്തിയാക്കുന്ന പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്ന സമയത്ത് ഈശോ ലോകത്തോട് ഉദ്ഘോഷിക്കുകയും എല്ലാം പൂർത്തിയായിരിക്കുന്നു. അങ്ങനെ എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞ് തൻ്റെ ആത്മത്തെ പൂർണ്ണമായി പിതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ ആ പിതാവായ ദൈവം ഈശോയെ മഹത്വപ്പെടുത്തി. സ്നേഹമുള്ളവരെ, ഇത് ഈശോയിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയുടെയും മുമ്പിലുള്ള ഒരു സാധ്യതയാണ് ദൈവവചനം നമുക്ക് പറഞ്ഞു തരിക. ഈശോ പിതാവിനോട് ഗാഠബന്ധം പുലർത്തി പിതാവിൻ്റെ ആന്തരികത സ്വന്തം ജീവിതത്തിലൂടെ ലോകത്തോട് വെളിപ്പെടുത്തി. ആ വെളിപാടിൻ്റെ മൂർധന്യതയിൽ ഇരുകരങ്ങളും വിരിച്ചു പിടിച്ച് തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് തന്നിലൂടെ നിറവേറേണ്ടിയിരുന്ന രക്ഷാകരമായ സംഭവങ്ങൾ അവിടുന്ന് പൂർത്തിയാക്കിയപ്പോൾ പിതാവായ ദൈവം അവനെ മഹത്വപ്പെടുത്തിയതുപോലെ ഈശോയോട് ആന്തരികമായ ഗാഠമായ ബന്ധം പുലർത്തിക്കൊണ്ട് ഈശോയുടെ ആന്തരികതയെ സ്വന്തമാക്കി സ്വന്തം വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും പെരുമാറ്റത്തിലൂടെയും ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന ഓരോ ക്രിസ്ത്യാനിയെയും ഈശോ മഹത്വപ്പെടുത്തുമെന്ന്, മരണത്തിൻ്റെ അല്ലെങ്കിൽ വിപരീതമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും തനിക്ക് മനസ്സിലാകുന്നില്ലാത്തതായ സഹനാനുഭവങ്ങളിലൂടെ ഇതൾ വിരിയുന്ന ദൈവഹിതത്തോട് ആമേൻ പറഞ്ഞുകൊണ്ട് ആ ഹിതം നിറവേറ്റിക്കൊണ്ട് ഈശോയ്ക്ക് സാക്ഷ്യം നൽകുന്ന, ഈശോയുടെ വചനത്തിന് സാക്ഷ്യം നൽകുന്ന ഏതൊരു വ്യക്തിയെയും ഈശോ മഹത്വപ്പെടുത്തും. അത് ഈ ലോകത്തിൽ വെച്ച് തന്നെ മഹത്വപ്പെടുത്തും, ഈ ജീവിതത്തിൽ വെച്ച് തന്നെ മഹത്വപ്പെടുത്തും, ഈ ശരീരത്തിൽ വെച്ച് തന്നെ ഈശോ മഹത്വപ്പെടുത്തും. അത് ഈശോയുടെ ഐക്യത്തിലൂടെ മാത്രം സംലഭ്യമാകുന്ന ഒരു മഹത്വം, ഈശോയുടെ വചനത്തിന് സാക്ഷ്യം വഹിക്കുന്നതിലൂടെ മാത്രം സംലഭ്യമാകുന്ന ഒരു മഹത്വം, ഈശോയുടെ സ്വന്തമായി മാറുന്നതിലൂടെ ഈശോ സ്വന്തമാക്കിയ മഹത്വം പകർന്നു കിട്ടുന്ന ഒരു അനുഭവം. ആ അനുഭവത്തിലേക്കാണ് ഈശോ നമ്മെ വിളിക്കുന്നത്. ആ അനുഭവം സ്വന്തമാക്കിക്കൊണ്ട് വാക്കിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും ഈശോയോട് ഐക്യപ്പെടുന്നതിലൂടെ സംലഭ്യമാകുന്ന മഹത്വം സ്വന്തമാക്കിക്കൊണ്ട് ഈശോയെ ഈ ലോകത്തിന് സാക്ഷ്യപ്പെടുത്തുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.